അസ്സലാമു അലൈക്കും പ്രിയ സഹോദരന്മാരെ. നമ്മുടെ എല്ലാം ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ വേണം. അതിന് ഉറപ്പുള്ള ഒരു ദിക്റാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരണമടയാനാണ്. നമ്മുടെ പണം, കുടുംബം, പദവി ഇതൊന്നും നമ്മോടൊപ്പം വരില്ല. ഖബറിൽ നമ്മളോടൊപ്പം വരുന്നത് നമ്മുടെ ഈമാനും അമലുകളും മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം നമ്മളെക്കൊണ്ട് കഴിയുന്നതായ നല്ല അമലുകൾ ചെയ്യുവാനും സ്നേഹാദരവോടുകൂടി ജീവിക്കുവാനും നമ്മൾ കഴിയണം. മരണസമയത്ത് നമ്മളെ ആർക്കും സഹായിക്കാൻ കഴിയില്ല. ആ സമയത്ത് നമ്മുടെ നാവിൽ കലിമ ഉച്ചരിച്ച് മരിക്കാനാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. ആ കലിമ ഉച്ചരിച്ച് മരിക്കാൻ വേണ്ടി ഈ ദിക്ർ പതിവാക്കിയാൽ അത് തീർച്ചയായും നമ്മളെക്കൊണ്ട് സാധിക്കും. അതുകൊണ്ട് നമ്മൾ ദിവസവും ചെല്ലേണ്ട ശക്തമായൊരു ദിക്റാണ് ഇത്. ദിവസവും സുബഹി നമസ്കാരത്തിന് മുമ്പ് സുന്നത്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷം ഈ ദിക്ർ 41 തവണ ദിവസവും ചൊല്ലുക. ആ ദിക്റാണ് യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അന്ത. യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അന്ത. അർത്ഥം, എപ്പോഴും ജീവിച്ചിരിക്കുന്നവനെ, എല്ലാം നിലനിർത്തുന്നവനെ, നിന്നിലെല്ലാവരും ആരാധനയ്ക്ക് യോജിച്ചത് ആരുമില്ല. ഈ ദുആ നമ്മെ അല്ലാഹുവിനോട് കൂടുതൽ അടുത്ത് കൊണ്ടുപോകും. മരണസമയം ആർക്കും നമ്മെ സഹായിക്കാൻ കഴിയില്ല. ഈ സമയത്ത് നമുക്ക് കലിമ നാവിൽ ഉച്ചരിച്ച് വരിക തന്നെ ചെയ്യും. ഈ ദിക്ർ ചൊല്ലി പതിവാക്കുന്നവരുടെ ഈ ദിക്ർ ചൊല്ലുന്നതിലൂടെ നമ്മുടെ ഹൃദയം ശുദ്ധമാകും. അല്ലാഹുവിനോടുള്ള ബന്ധം ശക്തമാകും. അവസാന നിമിഷത്തിൽ ഈമാൻ കാത്തു സൂക്ഷിക്കാൻ കഴിയുക തന്നെ ചെയ്യും. ഈ ദുആ പതിവാക്കിയവർ കമന്റ് ചെയ്യണേ. ഇന്ന് മുതൽ ഈ ദുആ നിങ്ങൾ വിടരുത്. ഒരു ദിവസം നമ്മുടെ അവസാന ശ്വാസം വരും. അപ്പോൾ ഈമാനോട് മരിക്കാൻ അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമീൻ. ഈ ദിക്ർ ചൊല്ലുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഒരുപാട് പ്രയാസങ്ങളും മാറിക്കിട്ടും. നമ്മുടെ മനസ്സിൽ പല പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകും. ആ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും. നമ്മുടെ വിഷമങ്ങൾ, പേടി, ദുഃഖം എന്നിവയെല്ലാം കുറഞ്ഞു കിട്ടും. നമ്മുടെ ദുആകൾക്ക്